لمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم. الله سبحانه وتعالى വലിയ കുട്ടിക്ക് അല്ലാഹു തആല നാഫിയ ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യാൻ കുടുംബത്തിനും സമുദായത്തിനൊക്കെ ഉപകാരം ചെയ്യുന്ന സ്വാലിഹായ മക്കളാക്കി നമ്മളെ മക്കളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു. പ്രിയ സഹോദരങ്ങളെ, റമദാൻ മാസം വളരെ വേഗം നമ്മളിൽ നിന്നിട്ട് കടന്ന് സ്വാലിഹായ അമലുകളെ കൊണ്ട് വിശുദ്ധ റമദാനു ഷരീഫിന്റെ ദിനരാത്രങ്ങൾ സജീവമാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആലൂരൊക്കെ ഷോലായിട്ട് എവിടെയോ ഉണ്ടാകുക, ആലൂരിനെ കാണാനില്ല. നാളെ ബുധനാഴ്ചയും തന്നെ ആലൂരിൽ ഐഡി ഇവിടെ കണ്ടിരുന്നെങ്കിലും കിതാബ് തരാനുണ്ടായിട്ടില്ല. ഷോല് റമദാനാവുമ്പോ അങ്ങനെയാണ്. റമദാൻ പല ഷോലായിട്ട് ഇപ്പോൾ കുറെ ആളുകൾ ഖുർആനോത്തും ഇബാദത്തുമായിട്ട് ജോലിയുടെ സമയമാറ്റം കൊണ്ടൊക്കെ പല വിഷമങ്ങളും ഉണ്ടാവും. അത് ശരി, ആലൂര് പുതിയ പേരിൽ വന്നൊക്കെയാണ് എന്നാ പറഞ്ഞത്. ആലൂര് കുപ്പായൊന്ന് മാറ്റിയതാ, അപ്പൊ അവിടെ ഉണ്ട് എന്നപ്പ പറയണേ. ലൈവ്മാൻ എന്നുള്ള പേരിൽ പുതിയ ആലൂര് ആയിക്കോട്ടെ. പേര് മാറ്റുമ്പോ നമ്മള് തിരിയാഞ്ഞാലേ കുപ്പായം മാറ്റിയാൽ ആളെ അറിയില്ലേ. ഇപ്പൊ അതാള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമയുടെ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് ഓതി വന്നത്. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു. ഇനി ജുമയുടെ സുന്നത്തുകളിൽ പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. എന്നാൽ ജുമാന്റെ സുന്നത്ത് എന്നുള്ള ആൾക്ക് പ്രത്യേകം സുന്നത്തായ തലമറക്കൽ അഥവാ തലപ്പാവ് ധരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വതഅമ്മുമുൻ, തലപ്പാവ് ധരിക്കലും സുന്നത്താക്കപ്പെടും. ലിഖബരിൻ, ഇതുകൊണ്ട് തലപ്പാവ് ധരിക്കൽ സുന്നത്താക്കപ്പെടും എന്ന് പറയുന്നത് ഹദീസ് ഉണ്ടായതിനു വേണ്ടിയാണ്. ഒരു ഹദീസൊന്നുമല്ല, ഒരുപാട് ഹദീസുകളുണ്ട്. ഒരുപാട് ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഉൾപ്പെടെ ധാരാളം ഹദീസുകളുണ്ട്. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഖമീസും തലപ്പാവുമായിരുന്നു എന്ന് മഹദിയായ ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. വകാന അഹബ്ബ സിയാബി ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖമീസ വൽ അമാമ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രമായിരുന്നു ഖമീസും തലപ്പാവും എന്ന്. അപ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു കാര്യം സുന്നത്താണെന്ന് വിശ്വസിക്കണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി ഉപയോഗിച്ചതും അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതും അത് മുഅ്മിനായ മനുഷ്യന് സുന്നത്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തായിട്ട് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെടണം. അതില്ലാത്തയിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ സുന്നത്ത് എന്ന് പറയുന്നത് അവിടുത്തെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ്. 3 രീതിയിലും അവിടുത്തെ തലപ്പാവ് ജിവായി വന്നിട്ടുണ്ട്. അഥവാ തലപ്പാവ് മാത്രം ധരിച്ച അവസ്ഥയും തൊപ്പി മാത്രം ധരിച്ച അവസ്ഥയും തൊപ്പി ധരിച്ചിട്ട് കൂടെ തലപ്പാവ് ധരിച്ച അവസ്ഥയും 3 ഉണ്ട്. തലപ്പാവ് തന്നെ ചിലപ്പോൾ വാല് വെച്ചുകൊണ്ടുള്ള തലപ്പാവും
ചിലപ്പോൾ വാലില്ലാത്ത തലപ്പാവും രണ്ടും ധരിച്ചതായും ഹദീസിൽ വന്നിട്ടുണ്ട്. അത് സംബന്ധമായി ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച് അതിന്റെ കളറും വലിപ്പവും വരെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഷംസുദ്ദീൻ ഷാമി റഹ്മത്തുള്ള തന്റെ സുബുലുൽ ഹുദാ വർ റഷാദിൽ നീണ്ട ഒരു അധ്യായം തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. വഹാബിക്ക് അതൊന്നും പോരാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് പറയുമ്പം അവിടുന്ന് പറഞ്ഞിടോന്നാ ചോദിക്കുക, പറഞ്ഞെന്ന് വരുമ്പോ ചെയ്തിടോന്നാ ചോദിക്കുക. ഇങ്ങനെ അത് വേറെ രോഗാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സുകൊണ്ട് സ്നേഹമില്ല എന്ന കാരണമാണ്. അതിനെപ്പറ്റി കൂടുതൽ ഞാനിപ്പോ പറയുന്നില്ല. മനസ്സുകൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ അവിടത്തെ രീതി, അവസ്ഥ, ശൈലി അതൊക്കെ അനുകരിക്കാൻ, ഇത്തിബാ ചെയ്യാൻ ഒരു മനുഷ്യന് വേറെ കൽപ്പനന്റെ ആവശ്യം ഇല്ല. ഇപ്പൊ ഫുട്ബോളിന്റെ കാലാണല്ലോ. ഫുട്ബോൾ മത്സരം നടക്കുന്ന കാലാണ്. ലോകത്താകെ അതിന്റെ ഒരു ജ്വരം ബാധിച്ചിരിക്കുകയാണ്. ഇപ്പൊ പത്രത്തിൽ കണ്ടില്ലേ, ഏതോ ഒരു ഫുട്ബോൾ കളിക്കാരന്റെ തലമുടിയുടെ ഷൈപ്പിൽ തലമുടി വെട്ടുക മാത്രല്ല, ആ മനുഷ്യന്റെ രൂപം സ്വന്തം തലയിൽ ഉണ്ടാക്കി വെക്കുക. അയാൾ അങ്ങനെ പറഞ്ഞണോ? ലോകത്തോട് ആരോടും അയാൾ പറഞ്ഞിട്ടില്ല അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന്. പക്ഷേ അയാളെ മനസ്സുകൊണ്ട് അങ്ങോട്ട് സ്നേഹിച്ചപ്പോൾ അയാളുടെ ഹെയർ സ്റ്റൈൽ ഇന്ന് ചെറുപ്പക്കാരുടെ ഒരു ആവേശമായി മാറി. ഈ നിലക്ക് വേണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. അതായത് ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന മാ ജിഇതു ബിഹി തബഅൻ ലിഹവാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന എന്റെ ചര്യകൾ അവന്റെ ഇച്ഛക്ക് വഴിപ്പെട്ടു വരണം എന്ന് പറഞ്ഞാൽ അത് അവന്റെ ആവേശമായി, താല്പര്യമായി വരണം. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സുബുൽ ഹുദാ റഷാദിൽ തന്നെ കാണാം. പൊതു രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത സമയത്തല്ലാതെ തലമറക്കാതെ ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ഥിരമായി അവിടുത്തെ ജീവിതം തലമറക്കുക, തലപ്പാവ് ധരിക്കുക, തൊപ്പി ധരിക്കുക എന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ ഇനി അവിടുന്ന് കൽപ്പിച്ചണോ എന്ന് ചോദിക്കുന്നത് ഈമാനില്ലാത്തതിന്റെ, മഹബത്തില്ലാത്തതിന്റെ അടയാളമാണ്. അത്രയും പേരെ പറ്റി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കൽപ്പിച്ചണോന്നല്ല നോക്കണ്ടേ. കൽപ്പിച്ചാലും കൽപ്പിച്ചിട്ടില്ലെങ്കിലും അവിടെ നിന്ന് പതിവായി ചെയ്തിട്ടുണ്ട്. ഹബീബിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചത് മാത്രമല്ലല്ലോ സുന്നത്ത്, ചെയ്തതും സുന്നത്തല്ലേ. എന്താണ് ഹദീസ്? ഇന്നല്ലാഹു മലായികത്തുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ മലായികത്തുൽ കിറാമും യുസല്ലൂന അലാ അസ്ഹാബിൽ അമാഇമി യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം തലപ്പാവ് അണിയുന്നവരുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കാരുണ്യം, റഹ്മത്ത് വർഷിക്കുന്നു. മലായികത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയും ആവാം. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മഹബത്ത് വെച്ചുകൊണ്ട് ഇത്തിബായി ചെയ്തതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തിന്റെ ഇടയിൽ അവരെ സംബന്ധിച്ച് പ്രശംസിച്ച് പറയുകയും ആവാം. ഇതൊരു ഹദീസ്. ആ ഹദീസിന്റെ സനദിന് ചില നോയ്ഫുണ്ട്. കാരണം അതിനെ ഞാൻ പറഞ്ഞ സനത്തിന്റെ ഒരു നോയ്ഫും ഇല്ലാത്ത ബുഖാരി റിവായത്ത് ചെയ്തും മുസ്ലിം റിവായത്ത് ചെയ്തും ധാരാളം ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നു, അവിടുന്ന് സ്ഥിരമായി പതിവുണ്ട്, അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ബുഖാരിയും മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. അത് മതിയല്ലോ തെളിവിന്. ജുമുഅക്ക് പ്രത്യേകം സുന്നത്തുണ്ട് എന്നറിയിക്കാനാണ് ഇപ്പൊ ഈ ഹദീസ് ഉദ്ദേശിച്ചത്. മറ്റേ തലപ്പാവ് പൊതുവെ സുന്നത്താണെന്ന് അറിയിക്കാൻ ഈ ഹദീസിന്റെ ആവശ്യമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി ധരിച്ചിരുന്നു എന്നത് മാത്രം മതി. ഇനി വയുസന്നു ലിസാഇരി സ്വലവാത്തി, ഈ തലപ്പാവ് ധരിക്കുക എന്ന് പറയുന്നത് ജുമാന്റെ സുന്നത്ത് ഉണ്ടുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജുമാക്ക് മാത്രമാണ്. മറ്റെല്ലാ നിസ്കാരത്തിനും തലപ്പാവ് ധരിക്കൽ സുന്നത്തുണ്ട്. വറദ ഫീ ഹദീസിൻ ളഈഫിൻ, സനദിന് ബലഹീനതയുള്ള ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. എന്ത്?
മാ യദുല്ലു അലാ അഫ്ദലിയത്തി കിബരിഹ, വലിയ തലപ്പാവ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിനും ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് അമിതമാകാത്ത നിലക്കാണ് അത്, അഥവാ അത് ഉറുഫാണ് കണക്കാക്കുക. തലപ്പാവ് അസ്ലു സുന്നത്ത് തന്നെ. അതിന്റെ വലിപ്പത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിനെ കുറിച്ച് വിവിധ വലിപ്പങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. 1 മുഴം വീതി, 7 മുഴം നീട്ടമുള്ളതും 9 മുഴം നീട്ടമുള്ളതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം. അപ്പൊ അത് പല വലിപ്പവും. അതിനെ പറ്റി മഹാന്മാരായ ഫുഖഹാ പറഞ്ഞത് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തും പ്രാദേശികമായാണ് അത് കണക്കാക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ അഫ്ഗാനികളുടെ തലപ്പാവ് നമ്മളെ കേരളക്കാരുടെ തലപ്പാവും രണ്ടും ഒരുപോലെ കാണാൻ പറ്റുമോ? അഫ്ഗാനികളുടെ തലപ്പാവ് എന്ന് പറഞ്ഞാല് അത് വേണമെങ്കിൽ ഒരു 7-8 മീറ്റർ ഉണ്ടാവും, ചിലപ്പോ 10-11 മീറ്റർ ഉണ്ടാവും. നമ്മളവിടെ 2 മീറ്റർ, വലിയ ഉസ്താദന്മാരൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ 3 മീറ്ററിൽ ഉപയോഗിച്ചെന്ന് വരും. എത്ര വലിയ തലക്കെട്ടിട്ടോ 4-5 മീറ്ററിന് മേപ്പെട്ടുള്ളത് നമ്മളെ മലയാള നാട്ടിൽ ഇല്ല തന്നെ. സുഡാനികള്, അതുപോലെ സുഡാനികളായിട്ടും വലിയ തലക്കെട്ടുകാരാണ് അഫ്ഗാനികൾ. അപ്പൊ അവരുടെ നാട്ടിൽ അത് ആദത്താണ്, ഉറുഫാണ്. അവിടത്തെ അത് നമ്മളെ നാട്ടിലെ ആദത്തും ഉറുഫും എങ്ങനെ അതുപോലെ വലിപ്പത്തിൽ എത്രയേ ഉള്ളൂ. തലപ്പാവ് വേണം എന്നുള്ളത് ചോദിച്ചാൽ ഓരോ നാട്ടിന്റെ ഉറുഫാണ് അത് ചെയ്യേണ്ടത്. അതാ പറയുക വയമ്പറി വബുത്തു തൂരിഹ വാർന്നിഹ. ഈ തലപ്പാവിന്റെ തുണി, അതിന്റെ നീട്ടം എത്ര, അതിന്റെ വീതി എത്ര എന്നതൊക്കെ നിർണയിക്കേണ്ടതാണ്. ബിമാ യലീഖു ബിലാബിസിഹ, ആ തലപ്പാവ് ധരിക്കുന്ന വ്യക്തിയോട് അനുയോജ്യമാവുന്ന നിലക്ക് ആദത്തിൽ, അവരുടെ ആദത്തിൽ. ഓരോ നാട്ടിലും അതിൻ്റെതായ ഒരു ആദത്തുണ്ടാവും. ആ ആദത്തനുസരിച്ച് വലിയ വലിയ ഉസ്താദന്മാര് ധരിക്കുന്നത് അതിനൊരു ശൈലി വേറുണ്ട്. നമ്മളെ പോലത്തെ കുട്ടികൾ ധരിക്കുന്നതിന് വേറൊരു ശൈലിയുണ്ട്. ഞാൻ അതൊന്നും അല്ലാത്ത വെറും നാടൻ കാക്കാമാരാണെങ്കിൽ അതിന് വേറൊരു ശൈലിയുണ്ട്. ആ ധരിക്കുന്ന ആൾക്ക് അവരുടെ നാട്ടിലെ ആദത്തനുസരിച്ച്, അത് വലിയ വലിയ ഉലമാവിനാണെങ്കിൽ അതിൻ്റെതായ ഒരു പ്രത്യേകത ഏത് നാട്ടിലും ഉണ്ട്. അല്ലാതെ ഇടത്തരം മുത്താലിമീങ്ങളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് വേറൊരു ആദത്തുണ്ട്. വെറും കാക്കാമാര് നമ്മളെ നാട്ടിലൊക്കെ ഇല്ലേ തലകെട്ടിട്ടുന്ന കാക്കാമാര്, നല്ല അലക്കുമുണ്ട് തോർത്ത് അലക്കുമുണ്ടുകൊണ്ട് ഒരു തലകെട്ടിട്ടും അത് തലകെട്ട് തന്നെയാണ്. അവരെ സംബന്ധിച്ച് അത് തന്നെയാണ് അതിന്റെ ആദത്ത്. അങ്ങനെയാണ് അത് കണക്കാക്കേണ്ടത്. ഫീസമാനി ഉണ്ടോ, തന്റെ കാലഘട്ടത്തിൽ തന്റെ പ്രദേശത്ത് ഓരോരുത്തരും ആദത്ത് ഉണ്ടാവും. ആ ആദത്താണ് അതിന്റെ വലുപ്പം. അല്ലാതെ അതിന് ഇത്ര മീറ്റർ എന്നൊന്നും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടാൻ കഴിയില്ല. അരാദാലിക്ക. അപ്പോ ഈ തലപ്പാവ് അമാമത്തില് ഓരോരുത്തരും ധരിക്കുന്നവന്റെ അക്കാലഘട്ടത്തിലെ ആ സാഹചര്യത്തിലെ ആദത്തിനേക്കാളും വലുതാക്കിയാല് കുരിഹ, അത് നല്ലതല്ല, കറാഹത്താണ്. കാരണം എന്താന്ന് വെച്ചാൽ അതൊരു ഒരു ആഭാസമായി തോന്നും. ചെറിയൊരു മുത്താലിമ് ഒരു 7 മീറ്റർ പോകുന്ന വലിയൊരു ഓയിലുമുണ്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് കെട്ടിയൊരു തലയെ കെട്ടി കാണുന്നവർക്കെന്നെ തിരി, ഈ കുട്ടിന്റെ തലയിൽ എവിടുന്നോ വന്ന് കുടുങ്ങിയാണല്ലോ അടച്ചോനെ. അങ്ങനെ വരാൻ പാടില്ല. അതുപോലെ തന്നെ വലിയൊരു ഉസ്താദ, നാട്ടിൽ അറിയപ്പെട്ട വലിയ നേതാവായി ആളുകളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അയാള് ഒരു തോർത്തുമുണ്ട് തലയെ കെട്ടിട്ടാണ്ട് ഇങ്ങനെ വരിക, അതും പാടില്ല. അതയാളെ എന്താക്കും, മാന്യതക്കേട് വരുത്തും, മുറുവത്ത് നഷ്ടപ്പെട്ടു പോകുന്ന മുറുവത്ത് ഫഖീഹിൻ, ഒരു ആലിമിന്റെ മാന്യത നഷ്ടപ്പെടും. ബിലബ്സി അമാമത്ത് സൂഖിയിൻ, അങ്ങാടിക്കാരുടെ തലയെക്കെട്ട് ധരിച്ച്. ലാത്തരീക്ക് ബി, ആ ഫഖീഹിനോട് യോജിക്കാത്ത നിലക്കുള്ള എന്ന് പറഞ്ഞാൽ അങ്ങാടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ പോട്ടർമാരെ കെട്ട്. ഉസ്താദന്മാർക്ക് പോട്ടർമാരെ കെട്ട് കെട്ടാൻ പറ്റൂല. വാക്സും അതിന്റെ ആക്സും പറ്റൂല.
ഒരു പോട്ടർ ഉസ്താദിന്റെ കലകെട്ട് വലിയ ബാലൊക്കെ വെച്ചിട്ട് ഒരു 5 മീറ്റർ ഓയിൽ വാങ്ങിയിട്ട് ഒരു അങ്ങാടിയിലെ പോട്ടർ അതുകൊണ്ടൊക്കെ ബാലൊക്കെ വെച്ചിട്ട് ഒരു തലയെക്കെട്ടും കെട്ടി ഇങ്ങനെ അടക്കുക. അതും പാടില്ല. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, നാട് ഉറുഫ് അംഗീകരിക്കുന്ന. അത് അതിര് വരമ്പ് ലംഘിക്കാതെ പോവുക എന്ന് പറയുന്നത് മാന്യതയുടെ സീമ ലംഘിക്കലാവും. അത് അപ്പുറത്ത് പോയാൽ മാന്യതയുടേതായ ഒരു അതിർവരമ്പുണ്ട്. അത് ഓരോരുത്തർക്കും അവനവന്റേതായ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ടുള്ള ഇതാണ് ഈ മുറുവത്ത് എന്ന് പറയുന്ന മാന്യത. അത് നഷ്ടപ്പെടാൻ ഇടവരും ഈ വസ്ത്രധാരണത്തിലുള്ള അതിരുവിടൽ. അങ്ങോട്ടും പറ്റൂല ഇങ്ങോട്ടും പറ്റൂല. അത് അതിൻ്റെതായ ആ ശൈലിയിൽ ആയിരിക്കണം. അൽഫാദു ഹദീസിന്റെ ഹാഫിളീങ്ങളായ ഇമാമിയങ്ങൾ പറഞ്ഞിരുന്നു, ലം യതഹറർ ശൈഉൻ, കൃത്യമായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, ഫീ തൂരി ഇമാമത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിന്റെ നീളം എത്രയെന്നോ അർളിഹ, അതിന്റെ വീതി എത്രയെന്നോ കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ പല വലുപ്പത്തിലും പല വീതിയിലും ആണ് റിവായത്ത് വന്നത്. ഇന്ന തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു റിവായത്തില്ല. അപ്പോ തീരെ വന്നിട്ടില്ല എന്നല്ല കൊണ്ട് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിന്റെ വലിപ്പത്തിൽ സഹിയായി വന്നിട്ടില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ, അതിലേറില്ല അല്ലെങ്കിൽ അതിൽ കുറയില്ല എന്ന നിലക്ക് നിർണയമായിട്ട് വന്നിട്ടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെ 7 മുഴവും 1 മുഴം വീതിയും 7 മുഴം നീട്ടവും തുടങ്ങി ഈ 9 മുഴം നീട്ടം വരെയുള്ള പലതായ വ്യത്യസ്ത റിവായത്തുകൾ വന്നിട്ടുണ്ട്. കൃത്യമായി ഇത്ര തന്നെയായുള്ളായിരുന്നു എന്ന് പറയുന്ന ഹദീസുകളൊന്നുമില്ല. അത് വ്യത്യസ്തമായ രീതിയിലുള്ളതും വ്യത്യസ്ത കളറിലുള്ളതും ഉണ്ടായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിന്റെ കൂട്ടത്തിൽ. ഖാല ശൈഖാനി, ഇമാം നബവി റഹ്മത്തുള്ളാഹി തങ്ങളും ഇമാം റാഫി റഹ്മത്തുള്ളാഹി തങ്ങളും രണ്ടാളും പറയുന്നു, മൻ തഅമ്മമ, ഇപ്പൊ തലപ്പാവ് സുന്നത്താണ്. അങ്ങനെ ഒരാൾ തലപ്പാവ് ധരിച്ചാൽ ഫലഹു, അവന് അനുവദനീയമാണ്, ജായിസാണ്, ഫീലുൽ അദ്ബ വതർക്കുഹ, അതിന് വാല് വെക്കലും വെക്കാതിരിക്കലും. ഇവിടെ അദ്ബത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ അദ്ബത്ത് പറഞ്ഞാൽ ചെണ്ട, ഇത് തലപ്പാവിന്റെ ചെണ്ടായിട്ട് കൂട്ടുന്നേക്ക് ഈ വാലിന്. അതായത് 2 രീതിയാ ശരിക്കുള്ള തലപ്പാവിന്റെ ചെണ്ട്. വാല് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ശരിക്ക് തലക്കെട്ട് വട്ടക്കെട്ട് കെട്ടുക, എന്നിട്ട് മറ്റൊരു തുണി കൊണ്ട് അതിന്റെ പിന്നിൽ ഇതുമ്മ കൂട്ടിയിട്ട് തൂക്കിയിടുക. അപ്പൊ പിന്നെ ചെണ്ട് വെക്കൽ തന്നെ ആവുമല്ലോ, ഇതിന്റെ ഭാഗ്യല്ലേ. എന്നാൽ അവിടെ തന്നെ പറയുന്നു എന്താ മതി, ഈ കെട്ടാൻ ഉപയോഗിച്ച ആ തുണിന്റെ തന്നെ ഒരു തല തൂക്കിയിട്ടാ മതി. നമ്മളെ നാട്ടിലെ ഉലമാവൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്. എന്നാലും ഈ അൽബത്തിന്റെ ഇത് കിട്ടൂന്ന് മനസ്സിലായില്ലേ. അൽബത്ത് പ്രത്യേകം സുന്നത്തില്ല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽബത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇത്തിബായി എന്ന നിലക്കാണെങ്കിൽ അതിന്റെ സുന്നത്തിന്റെ കൂലിയും കിട്ടും. പക്ഷെ ഉപേക്ഷിച്ചത് കൊണ്ട് കറാത്ത് വരൂല. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും വാലില്ലാതെയും തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രണ്ടും ജായിസാണെന്ന് പറഞ്ഞു, വെക്കും ചെയ്യാ വെക്കാതിരിക്കും ചെയ്യാന്ന് പറഞ്ഞു. കാരണം രണ്ടും റിവായത്തിൽ വന്നിട്ടുണ്ട്. വലാ കറാഹത്ത ഫീ വാഹിദി മിൻഹുമാ, ഇങ്ങനെ വാല് വെച്ച് തലപ്പാവ് കെട്ടുന്നതിനും കറാഹത്തില്ല, വാല് വെക്കാതെ തലപ്പാവ് ധരിക്കുന്നതിനും കറാഹത്തൊന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ പുറമെ സാധന നബിയും കൂട്ടത്തിൽ നബിയും ഇത്ര കൂടി പറഞ്ഞിട്ടുണ്ട്, ലിഅന്നഹു ലം യസ്ഹ ഫിന്നഹി അൻ തർക്കിൽ അസ്ബത്തി ശൈഉൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവില് ചെണ്ട് വാലുണ്ടായിരുന്നു, പക്ഷേ വാലില്ലാതെ തലപ്പാവ് ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സഹീഹായ നഹി വന്നിട്ടില്ല. അതായത് വാല് വെക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ വിരോധിച്ചു കൊണ്ടൊരു ഹദീസ് വന്നാൽ കറാഹത്താണ് പറയാം. അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ വെക്കാതിരിക്കാം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലരും വെച്ചിട്ടുണ്ട്, അപ്പൊ വെക്കുകയും ചെയ്യാം. എന്താ ഷെയ്ഖാനിന്റെ കൗലാണ്. അപ്പോ ഇത് വരുമ്പോ രണ്ടും കണക്കാണെന്ന് പറയുമ്പോ അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കണ്ട. ലാക്കിൻ പക്ഷേ ഖദ് വറദ ഫിൽ അസ്ബത്തി, വാല് വെച്ചതായിക്കൊണ്ട് റിവായത്ത് വന്നിട്ടുണ്ട്, അഹാദീസു സഹീഹത്തുൻ
വഹസനത്തുൻ, കണ്ടോ, സഹീഹായതും ഹസനായതുമായ ധാരാളം ഹദീസുകളിൽ ബഹുമാനപ്പെട്ട മലായിക്കത്ത് തലപ്പാവണിയുമ്പോൾ അവര് ചുമലുകൾക്കിടയിലൂടെ വാരി വെച്ചിരുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലപ്പാവണിയുമ്പോൾ അവിടുത്തെ രണ്ട് ചുമലുകൾക്ക് ഇടയിലൂടെ പിന്നോട്ട് വാരി തൗക്കിയിട്ടിരുന്നു എന്ന് സഹീഹായ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെക്കുന്നത് ഇത്തിബാ എന്നുള്ള സുന്നത്ത് തന്നെയാണ്. എന്നാൽ മുഅക്കദായ സുന്നത്ത് എന്ന് പറയാൻ വയ്യ. കാരണം ചിലപ്പോൾ നബി തങ്ങൾ തലപ്പാവ് ധരിച്ചപ്പോൾ വാലില്ലാതെയും തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപേക്ഷിക്കൽ കറാഹത്ത് എന്ന നിലക്ക് മുഅക്കദല്ല, അത്രയും പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അതുകൊണ്ട് വക്കൽ സുന്നത്തില്ല എന്നല്ല. ഫുഖഹാ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഅന്ന അസ്ലഹാ സുന്ന എന്ന് പറഞ്ഞാൽ ഈ വാല് വെക്കുക എന്ന് പറയുന്ന സുന്നത്തായി വലിപ്പം ഇത്രയെന്ന് കൃത്യാക്കണ്ട, അതാ. അതുപോലെ തന്നെ ഏത് ഭാഗത്തേക്കാണ് ഇടേണ്ടത് അങ്ങനെയൊന്നുമല്ല. എന്നാൽ ബാലി വെക്കുക എന്ന് പറയുന്ന സംഗതി സുന്നത്ത് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാമിനെ പറ്റി വിവരിച്ചിടത്തൊക്കെ ബദറിലും ഹുനൈനിലും ഒക്കെ മലായിക്കത്ത് ഇറങ്ങിയപ്പോൾ അവർ തലപ്പാവ് ധരിച്ചുകൊണ്ടും അതിന്റെ വാലുകൾ ഈ ചുമലിലൂടെ താഴ്ത്തിയിട്ടുകൊണ്ടും, അപ്പൊ സ്വാലിഹീങ്ങളുടെ അടയാളമാണ് തലപ്പാവ് ധരിക്കൽ എന്ന് എന്തായാലും വരുമല്ലോ. മലായിക്കത്തിന്റെ നമ്മളെ ശരീഅത്താണോ എന്ന് ചോദിക്കേണ്ട, അതിനാ പറഞ്ഞത് സ്വാലിഹീങ്ങളുടെ വേഷം അത് സുന്നത്താണെന്ന് വരും. മലായിക്കത്ത് അള്ളാഹുവിന്റെ മുഖറബീങ്ങളാണ്, അവരുടെ വേഷമാണ്. അതിനെ അനുകരിക്കുക എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ അടയാളവും ആണ്. എന്നാൽ ഖാല ശൈഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു, ഇർസാലുഹ, ഈ തലപ്പാവിന്റെ വാല് തൂക്കിയിടൽ ബൈനൽ കത്തിഫൈനി, രണ്ട് ചുമലുകൾക്കിടയിലെ പുറകുവശത്തേക്ക് തൂക്കിയിടലാണ് അഫ്ളലു മിൻഹു, ആ വാലിനെ തൂക്കിയിടുന്നതിനെക്കാട്ടിലും നല്ലത് അലൽ ഐമനി, വലതുവശത്തോട്ട് തൂക്കിയിടുക. അതും തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉത്തമം പുറകുവശത്തിലേക്ക് തൂക്കിയിടലാണ്. എന്നാൽ മഹാന്മാരായ സൂഫികളായ ചില മഹത്തുക്കള് ഇടതുവശത്തേക്ക് തൂക്കിയിടുന്നത് കാണാം. അതിനെപ്പറ്റി പറയുന്നു വല അസുര, ഹദീസിൽ സഹിയായ അടിസ്ഥാനമില്ല. ഫിഖ്തിയാരി ഇർസാലിഹാ അലൽ ഐസരി, ഇടതുവശത്തേക്ക് തലപ്പാവിന്റെ വാല് തൂക്കിയിടുന്നതിൽ പ്രത്യേകമായി ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ചില മഹാന്മാരായ സൂഫികൾ അങ്ങനെ ചെയ്യുന്നത്, അവര് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലപ്പാവ് ശത്രുവിനെ പറ്റിയുള്ള അഥവാ ഇബ്ലീസുല്ലൈനിനെ കാക്കാനുള്ള ഒരു പടത്തൊപ്പിയാണ്. ഇബ്ലീസിന്റെ ആക്രമണത്തെ തടയാനുള്ള ഒരു പടത്തൊപ്പിയാണ്. ആ പടത്തൊപ്പി തന്റെ ഹൃദയത്തിലേക്ക് കൂടി തൂക്കിയിടുക, തലയിൽ ബാധിക്കാത്തതുപോലെ തന്റെ മനസ്സിനെയും പിശാചിന്റെ ഉപദ്രവം ഏൽക്കാതെ കാക്കാനുള്ള ഒരു കവചമായിട്ട് കണക്കാക്കി ഇടതുവശത്തോട്ട് ഈ വാല് തൂക്കിയിടുന്ന ഒരു സമ്പ്രദായം ചില മഹാന്മാരായ സൂഫികൾ ചെയ്യുന്നത് കാണാം. പക്ഷെ അതിന് ഹദീസിൽ അടിസ്ഥാനമൊന്നുമില്ല. അവര് തത്വം കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിലേക്ക് തൂക്കിയിടലായിരുന്നു പതിവ് എന്ന് സഹിഹായ ഹദീസിൽ വന്നു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ അപ്പുറം ഒരു സുന്നത്ത് ഒരാൾ കണ്ടുപിടിക്കാൻ പാടില്ല. മറ്റേ ഹദീസിന്റെ വിവരം കിട്ടാത്ത മഹാന്മാരായിരിക്കാം അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾക്ക് ന്യായം പറയാം. ഇനി വാഖല്ലുമാ വറദ ഫീ തൂലിഹാ, തലപ്പാവിന്റെ നീളത്തെ കുറിച്ച് ഈ വാല്, തലപ്പാവിന്റെ വാല് അൽബത്ത്, ഈ അൽബത്തിന്റെ നീളത്തിൽ ഏറ്റവും ചുരുങ്ങി വന്നത് അർബഅത്ത് അസ്വാബിയ, 4 വിരല് വരെ നീട്ടത്തിലാണ് ഏറ്റവും ചുരുങ്ങി. അയി കുറഞ്ഞ തലപ്പാവ് റിവായത്ത് വന്നിട്ടില്ല. ഈ തലയെക്കെട്ടിന്റെ വാല് വാക്സറു ദിറാൻ, 1 മുഴമാണ് കൂടുതലായിട്ട് വന്നത്. എന്നാ നേരത്തെ പറഞ്ഞേക്ക് സുഡാനികളെ പോലത്തെ ഒരു 3 മുഴവും അതിലേറിയൊക്കെ തൂക്കിയിടുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാ അപ്പൊ പറയുന്നത്. ഇനി വേറെ ഖാല ഇബ്നുൽ ഹാജിൽ മാലിക്കി, ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ പറയാണ്, എന്താ പറയണേ, അലൈക, നീ പതിവാക്കിക്കൊള്ളുക, അൻത തഅമ്മമ, തലപ്പാവ് ധരിക്കലിനെ,
ഖായിമൻ നിന്നുകൊണ്ട്. അപ്പൊ നിന്നുകൊണ്ട് തലപ്പാവ് ധരിക്കൽ ഉത്തമമാണ് എന്ന്. അതുപോലെ തന്നെ സെർവാല് പാന്റ് ധരിക്കലിനെ നീ ശീലമാക്കിക്കോ ഖായിദൻ ഇരുന്നുകൊണ്ട് എന്ന് മഹാനായ ഇബ്നുൽ ഹജ്ജ് റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല അദബാണ് എന്ന് ഖാലഫിൽ മജ്മൂഇ. ഇനി ആ കൂട്ടത്തിൽ ധരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ വസ്ത്രം പറഞ്ഞപ്പോ കൂട്ടത്തിൽ ചെരുപ്പും കൂടി ഉണർത്തണം. ഇമാം നവവി റഹ്മഹുല്ല തങ്ങൾ തന്റെ ശർഹുൽ മുഹദ്ദബിൽ പറയുന്നു, വയുക്റഹു കറാഹത്താക്കപ്പെടും അൻയംശിയ ഒരു മനുഷ്യൻ നടന്നു പോകൽ ഫീനാലിൻ വാഹിദത്തിൻ ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട്. പ്രത്യേകം എതിറുണ്ടെങ്കിൽ തരക്കടില്ല, മറ്റേ കാലിൽ ചെരുപ്പ് ധരിക്കാൻ പറ്റാത്ത വല്ല എതിറുണ്ട്, തരക്കടില്ല. അല്ലാതെ ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ടും മറ്റേ കാലിൽ ചെരുപ്പ് ധരിക്കാതെയും നടക്കൽ കറാഹത്താണ്. അതെന്തായ ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ലായംശി അഹദുക്കും ഫിന്നാലി വാഹിദത്തി ലിയൻ അൽഹുമാ ജമിയൻ ഔ ലിയഖ്ലഉഹുമാ ജമിഅ എന്ന് ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. നിങ്ങളാരും ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കരുത്. ഒന്നിരിക്കൽ രണ്ടിനും ചെരുപ്പിട്ട് കൊള്ളണം, അതല്ലെങ്കിൽ രണ്ടിന്റെയും ചെരുപ്പ് ഊരി വെച്ചു കൊള്ളണം എന്ന്. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇതൊന്നും അഹദിക്കും, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കാലിലെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയാൽ ഫലാംശി ഫിൽ ഉഖ്റ, മറ്റേ വള്ളി പൊട്ടാത്ത ചെരുപ്പ് മാത്രം ഒരു കാലിലിട്ടുകൊണ്ട് നടക്കരുത്. ആ കേടെന്ന് നന്നാക്കിയിട്ട് രണ്ടും ഇടുക, അല്ലെങ്കിൽ രണ്ടും ഇടുക. അതുപോലെ തന്നെ വലബ്സുഹാ ഖായിമൻ, നിന്നുകൊണ്ട് ഷൂ ധരിക്കലും കറാഹത്താണ്, ഇരുന്നു കൊണ്ട് ധരിക്കാൻ വേണ്ടത്. അതേ സമയത്ത് ഈ വള്ളിച്ചെരുപ്പ് പോലത്തെ ചെരുപ്പുകളൊക്കെ നിന്ന് ധരിക്കണോണ്ട് കുഴപ്പമില്ല. അതിന്റെ കാരണം പണ്ട് ഈ ഷൂ, ഇപ്പത്തെ ചില ചെരുപ്പുണ്ട് അങ്ങനെ വലിയ ഉയരം കൂടിയതാവുമ്പം മറയാൻ സാധ്യതയുണ്ട്. അപ്പോ ഇരുന്നു കൊണ്ട് ധരിച്ച് ലെവൽ ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് നിൽക്കലാണ് സുന്നത്ത്. മറിച്ച് അപകടം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്. അതേ സമയത്ത് ഉയരമില്ലാത്ത താഴ്ന്ന നിലത്ത് പറ്റി കൊടുക്കുന്ന ചെരുപ്പാണെങ്കിലോ നിന്നിടുന്നോണ്ട് കുഴപ്പമില്ല താനും. ആണ്ടോ ഈ ധരിക്കുന്ന പാദരക്ഷയിൽ മണി കെട്ടുക, അതും കറാഹത്ത എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ ചൊറുക്കിന് വേണ്ടിയിട്ട് ചിലപ്പോ പി ഒച്ചണ്ടാണ്, അതല്ലെങ്കിൽ ചിലപ്പോ കിലുങ്ങുന്നത്, അതൊക്കെ കറാഹത്താണ്. കുട്ടികളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടികളെ ധരിപ്പിക്കുന്ന രക്ഷിതാക്കൾക്കായിരിക്കും കറാഹത്ത് വരിക. പിന്നെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ് വലിമൻ ഖഅദ ഫീ മക്കാനിൻ, ഒരു സ്ഥലത്ത് ഇരുന്ന ആൾക്ക് സുന്നത്താണ്. വേറെ വിഷയം അത് പറഞ്ഞില്ല. ചെരുപ്പ് അവിടെ പറയേണ്ടത് തന്നെ, ഒരു സ്ഥലത്ത് ഇരുന്നാൽ ചെരുപ്പ് കാലിൽ നിന്നും അഴിച്ചു വെക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് നമ്മളെ പല ആളുകളും ചെയ്യുന്ന കാണുന്നില്ല. ചെരുപ്പ് നമ്മളിപ്പോ ഒരു വയറിലേക്കാനോ അതല്ലെങ്കിൽ ഒരു സലാത്തിന്റെ മജ്ലിസിലോ ഒക്കെ പോയി നിലത്തിരിക്കുകയാണെങ്കിൽ പള്ളിയിൽ, അല്ലെങ്കിൽ ചെരുപ്പ് ഇട്ടുകാണ്ട് ആ ഇരുത്തം തന്നെ അങ്ങനെ ഇരിക്കും. ബസ് കയറിയാല് അല്ലെങ്കിൽ കാറ് കയറിയാല് ഇരുന്നാല് ആ ചെരുപ്പ് ഇട്ട ഇരുത്തം തന്നെ അങ്ങനെ ഇരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് എവിടെ എത്തിയാണോ അവിടെ നിന്ന് ഇരിക്കുന്നതെങ്കിൽ ഇരിക്കുമ്പോൾ ചെരുപ്പഴിച്ച് ഒരു പക്ഷേ പുറകുവശത്തേക്ക് വെക്കും, അതല്ലെങ്കിൽ ഇടതുവശത്തേക്ക് വെക്കും. അങ്ങനെയായിരുന്നു പതിവ്. പക്ഷേ പുറകുവശത്തേക്കോ ഇടതുവശത്തേക്കോ വെച്ചാല് കള്ളം കെട്ടുണ്ടോവും എന്ന് പേടിച്ചാലോ പുറകുവശത്തേക്ക് വെക്കണ്ട, ഇടത്തോട്ടും വെക്കണ്ട. പിന്നെ എന്ത് വെച്ചോളി, കാലിന്റെ അടിയിൽ തന്നെ വെച്ചോളി. പക്ഷെ കാലുമെന്ന് ഊരുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു.
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയല്ലേ വലിയ ഖിദ്മത്ത് ചെയ്ത് വിജയിയായി തീർന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ചെന്നാലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ചെരുപ്പ് ഊരി വെക്കും. ആ ഊരി വെച്ചത് കണ്ടാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വേഗം ചെന്നിട്ട് ആ ചെരുപ്പ് അവിടുന്ന് എടുത്തിട്ട് വലത്തെ കയ്യിൽ കാലിന്റെ ചെരുപ്പ് വലത്തെ കയ്യുമലും ഇടത്തെ കാലിന്റെ ചെരുപ്പ് ഇടത്തെ കയ്യുമലും കോർത്ത് അവിടെ വെക്കും. കയ്യുമല് നിലത്ത് വെക്കാൻ അത് അയക്കൂല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അടുത്ത് കൊണ്ടുപോയി തുടച്ച് വൃത്തിയാക്കി അടുത്തേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ അതിനൊക്കെ എന്ത് മനസ്സിലാക്കുക, ഇരിക്കുമ്പോ ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കൽ സുന്നത്തല്ല. അപ്പൊ ഒന്ന് നിങ്ങൾ ചെയ്താളി, ബസ്സിന്നൊക്കെ തെറിച്ചു പോലെ എന്നുള്ള പേടിയാണ്ട, കാലുമെന്ന് ഊരിയിട്ട് താഴെ വെച്ചിട്ട് അതിന്മേ കാലുമ കൊണ്ട് ചവിട്ടിക്കോളൂ, അതിന് കുഴപ്പമില്ല. ചെരുപ്പ് ധരിച്ച ചെരുപ്പ് ഊരി വെക്കൽ പ്രത്യേകം സുന്നത്ത് തന്നെ. ഇനി വേറെ ഒരു പൊതുവായ കാര്യം പറയാം. ഒരു മജ്ലിസിലൊക്കെ ഇരുന്നാല് വലിമൻ ഖാദ ഇരുന്ന ഒരുത്തന് കറാഹത്താണ്. ഫീ മക്കാനിൻ ഏതെങ്കിലും ഒരു സഭയില് ഒരു സ്ഥലത്ത് ഒരു മജ്ലിസില് ഇരുന്നൊരു വ്യക്തി അയ്യുഫാരിഖഹു ആ സ്ഥലത്തെ പിരിഞ്ഞു പോകല് കറാഹത്താവും. ഖബ്ല യദ്കുറല്ലാഹു തആല ഫീഹി അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലിയിരിക്കണം എന്ന്. പ്രത്യേക മജ്ലിസിന്റെ കഫാറത്ത് എന്ന് പറഞ്ഞിട്ട് മഷ്ഹൂറായ ദിക്റുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന്. അതിന് പറയാ കഫാറത്തുൽ മജ്ലിസ് എന്ന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് കാണാം. മാ ജലസ ഖൗമുൻ മജ്ലിസൻ ഒരു ജനങ്ങളും ഒരു സഭയിൽ ഇരുന്നിട്ടില്ല. ലം യദ്കുറുല്ലാഹ തആല വലം യസല്ലു അലാ നബിയിഹിം ഫീഹി ആ മജ്ലിസിൽ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാത്ത ഏതൊരു മജ്ലിസും ഇല്ലാ കാന അലൈഹിം തിറത്തൻ അവർക്കതൊരു വലിയ നഷ്ടമാവും, വലിയ ഖേദത്തിനിട വരും. അതുകൊണ്ടാണ് നമ്മളെ സുന്നി മജ്ലിസുകളൊക്കെ പിരിയുന്നതിന് മുമ്പ് ചുരുങ്ങിയത് ഒരു 3 സ്വലാത്ത് കണ്ടില്ലേ. ഏത് സഭയാണെങ്കിലും ഒരു ചടങ്ങ് എന്നുള്ള ആൾക്ക് നന്ദി പറയുക എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷെ ചിലോരത് നീട്ടിക്കാണ്ട് നഞ്ഞി പാരലാക്കും. ആലൂരിനറിയോ അത്? നഞ്ഞി അരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറത്തുകാർ പറയും നഞ്ഞി അരിയാന്ന് എന്ന് പറഞ്ഞാൽ വിഷം കലക്കുകയാണ്. അതുവരെ തിരക്കടില്ല, കഴിഞ്ഞിട്ട് പോകേനി നിൽക്കുമ്പോഴാണ് ചില സെക്രട്ടറിമാര് കേറിയിട്ട് ഒരു നീണ്ട നന്ദി പറച്ചില്. അതിന് ഞങ്ങൾ പറയുന്ന പേരാണ് നഞ്ഞി പാരുക. നഞ്ഞി എന്ന് പറഞ്ഞാൽ വിഷേ, അതെ, നെഞ്ഞി അല്ലാകരുത്, നന്ദി പറയാ, അത് നല്ല തന്നെ, ഒരു ശുക്രം പറയാന്നർത്ഥം. അവിടെ 3 സ്വലാത്ത് ചൊല്ലി അധ്യക്ഷന്റെ സമ്മതത്തോടു കൂടി 3 സ്വലാത്തോടു കൂടി യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എഴുന്നേറ്റ് 3 സ്വലാത്തിലും. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അതുവരെ പൽപ്പവും ചൊല്ലിയിട്ടുണ്ടാവും, എന്നാലും ആയിക്കോട്ടെ, അവസാനം ഒരു 3 സ്വലാത്തിൽ പിരിഞ്ഞാൽ ആ മജ്ലിസ് തന്നെ മുഴുവനും ബറക്കത്തായി തീരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ അവസാനം ഒരു സ്വലാത്തിൽ പിരിയുന്നത്. അപ്പൊ ഏതെങ്കിലും ദിക്റാവാം, അള്ളാഹുവിന്റെ ദിക്ർ ഏതുമാവാം. ഇനി അതിപ്പോ ഒരു ഇൽമിന്റെ മജ്ലിസ് ഖൈറിന്റെ മജ്ലിസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് നല്ല ദിക്റുകൾ നടന്നിട്ടുണ്ടാവും. ഇനി അതൊന്നും അല്ല ഒട്ടിക്കോളി, വെറുതെ നാടൻ വർത്താനം പറയാൻ വേണ്ടിയിട്ട് നേരം പോക്കിന് വന്നിരുന്നതായിരുന്നു. അങ്ങനെ കുറെ വീഴ്ചകൾ ഉണ്ടല്ലോ ഇതില്. അതിന് അവസാനം മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ത്? കഫാറത്തുൽ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് മൻജലസ ഫീ മജ്ലിസിൻ ഒരാൾ ഒരു സഭയിലിരുന്നു. ഫകസുറ ഫീ ലഅതുഹു അവിടെ നിന്ന് അവന്റെ ശബ്ദകോലാഹലങ്ങൾ അധികരിച്ചു. പറഞ്ഞാൽ കുറെ അതും ഇതും പറഞ്ഞും സംസാരിച്ചും ശബ്ദം കുറെ ഒച്ചപ്പാടാക്കി. ഹറാമ് പറഞ്ഞു എന്നല്ല, എന്നാലും ദീനിൽ കാര്യം കിട്ടാത്ത, ആഖിറത്തിൽ കൂലി കിട്ടാത്ത കുറെ വർത്താനം മേലും ജോടിയൊക്കെ പറഞ്ഞതാ. ഫഖാല ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസി ദാലിക അങ്ങനെ ആ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് അവൻ ചൊല്ലി, എന്ത് ചൊല്ലി? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന കഫാറത്തുൽ മജ്ലിസ് എന്നാണ് ആ ദിക്റിന്റെ പേര് അറിയപ്പെടുന്നത്.
ഒരു സഭയിൽ ഇരുന്നതിനാൽ വന്നുപോയ വീഴ്ചകൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഫാറത്തുൽ മജ്ലിസ്, ആ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക, ആ മജ്ലിസിൽ അവന്റെ അടുക്കൽ വന്നുപോയ വീഴ്ചകളൊക്കെ പൊറുക്കപ്പെടുന്ന കഫാറത്താകും അത്. അതിന്റെ പുറമെ നമ്മൾ ദുആർക്കുമ്പോ അവസാനം ചെല്ലേണ്ടല്ലോ. ഹില്യത്തുൽ ഔലിയയിലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു, ഖാല മൻ അഹബ്ബ അൻ യുഖ്താല ബിൽ മിക്യാലിൽ ഔഫാ, ആർക്കെങ്കിലും ഏറ്റവും പരിപൂർണമായ അളവ് പാത്രം കൊണ്ട് അളന്ന് ലഭിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ കൂലി കിട്ടണമെന്ന് പൂതിയുണ്ടെങ്കിൽ ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഫി ആഖിരി മജ്ലിസിഹി, മജ്ലിസിന്റെ അവസാനത്തിൽ, ഔ ഖാല ഹീന യഖൂം, അല്ലെങ്കിൽ പിരിഞ്ഞ് പോകാൻ സമയത്ത് എന്തു പറയാ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ദുആന്റെ അവസാനത്തിൽ പറയാറുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്കാറിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഏത്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ അവസാനിപ്പിച്ചിരുന്നത് എന്ന്. അപ്പോൾ കഫാറത്തുൽ മജ്ലിസിന്റെ തസ്ബീഹ് ചൊല്ലുക, 3 സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. അല്ലാതിരുന്നാൽ ആ മജ്ലിസ് അവന് നഷ്ടമായി തീരും. ദിക്റും സലാത്തും തീരെ വരാത്ത മജ്ലിസ് അവന് വലിയ നഷ്ടമായിട്ട് അനുഭവപ്പെടും എന്ന് മഹാന്മാര് അല്ലാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറെ സുന്നത്തുകൾ പറയാനുണ്ട്. നാളെ ആയിക്കോട്ടെ, മതി. കുറച്ച് ഇന്നലെ തിരക്കുവാണ്. വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ചയായിട്ട് എല്ലാരും കൂടി ഹറമ പോയി. വാഫും സയ്യൊക്കെ നല്ല, ആദ്യത്തെ ആഴ്ച തന്നെ ആയിട്ട് ഏതാണ്ട് 27,000 തിരക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സഫാ മർവ എന്നൊക്കെയുള്ള ദുആയില് നമ്മളെ പ്രിയപ്പെട്ട STVന്റെ പ്രവർത്തകന്മാര് സഹകാരികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഖബൂലാക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫള് കൊണ്ടും ഈ റമദാൻ മാസത്തിന്റെ ഹക്ക് കൊണ്ടും പരിശുദ്ധമായ കഅബ ഷരീഫിനെ തവാഫും അവിടെ സയ്യും ചെയ്യുന്ന ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകളുടെ ഒക്കെ ദുആ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ശുദ്ധ റമദാൻ ഷരീഫ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും പൊരുത്തം കിട്ടുന്ന ആഖിറം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാൻ ഷരീഫ് ഒരുപാട് കാലം സ്വീകരിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എണ്ണമറ്റ തെറ്റുകൾ ചെയ്യുന്നവരാണ് പാവപ്പെട്ട നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൽ വലിയ സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളുണ്ട്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.